കുറ്റപ്പെടുത്തി കൂടെ നിൽക്കും. അവർക്ക് നമ്മളെ തീരെ തൃപ്തിയില്ല, നമ്മൾ ചെയ്യുന്നത് എല്ലാം കുറ്റമാണ്. പക്ഷെ എന്നാൽ അള്ളു പോലെ നിൽക്കും. പീസ്ഫുൾ ആയിട്ട് നമ്മൾ ഒരു സമയം ഇരിക്കാൻ സമ്മതിക്കൂല. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശ്നം അല്ലെ. ഇതിപ്പോ പല രൂപത്തിലാണ്. ഒരിക്കലും ഇത് ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷനിൽ മാത്രമല്ല, പല രൂപത്തിലും ഭാവത്തിലും ഇത് കാണാം. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്താലും നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പിച്ചും ടോണിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഇപ്പൊ നല്ല രീതിയിൽ നമ്മൾ അതിൽ നിന്ന് കയറി വരണം എന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം സമ്മതിച്ചിട്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തൂടെ എന്ന് പറയുന്നത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ കുറ്റപ്പെടുത്തുന്ന സോ കോൾ ബ്ലെയിമിംഗ് മാത്രം നടത്തുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 90% കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്താലും ആ 90% അവർ പറയൂല. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് മാത്രം പിൻ പോയിന്റ് ചെയ്ത് നീ 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 ഇങ്ങനെ പറഞ്ഞു പഠിക്കും. അപ്പൊ ഈ നീ 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 എന്ന് അങ്ങനെ പറയുമ്പോൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ നിങ്ങൾ തെറ്റല്ല. അവരങ്ങനെ ചൂണ്ടുമ്പോൾ ഈ 3 വിരൽ അവരിലേക്കാണ് ചൂണ്ടുന്നത്. വിച്ച് മീൻസ് സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ ഇത്തരം ആൾക്കാരെ പറയുന്നത്, ആ ഒരു കാറ്റഗറിക്ക് പറയുന്നത് പ്രൊജക്ഷൻ ആണ്. എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ തന്നെ നെഗറ്റിവിറ്റി,